ഈസ്റ്റർ ആഘോഷിച്ചിട്ട് ഈശോ നൽകുന്ന ഈസ്റ്റർ സമ്മാനം വാങ്ങാതെ പോയാലോ? ഒത്തിരി പേര് ഈശോ നൽകുന്ന ഈ ഈസ്റ്റർ സമ്മാനം വാങ്ങാതെയാണ് പോകുന്നത്. ഈസ്റ്ററിന് കർത്താവ് പ്രത്യേകമായി ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് നൽകുന്നുണ്ട് എന്ന് ലോകത്തോട് പറഞ്ഞത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അദ്ദേഹം പറയുകയാണ്, ഈസ്റ്റർ എന്ന് പറയുന്നത് അത് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അതിൻ്റെ അവസാനത്തെ മഹാദിനം, അതായത് ദൈവകരുണയുടെ പുതുഞായറാഴ്ച, അന്നേ ദിവസം ദൈവകരുണയുടെ കുദാശകളായ കുംഭസാരവും വിശുദ്ധ കുർബാനയും ഏറ്റവും ഒരുക്കത്തോടെയും ദൈവത്തിൻ്റെ കരുണയിലുള്ള ആഴമായ ശരണത്തോടെയും സ്വീകരിക്കുന്നവർക്ക് അന്നേ ദിവസം ദൈവകരുണയുടെ ഛായാചിത്രം, അത് തൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ തോമാസ് ലീഹയ്ക്ക് കർത്താവ് തൻ്റെ തിരുവിലാവിലെ മുറിവ് കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് ആ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീന വരപ്പിച്ച ഒറിജിനൽ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ ഇത് വ്യക്തമാണ്. കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവിൽ നോക്കിക്കൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ തോമാസ് ലീഹ കർത്താവിൻ്റെ കരുണയെ ആദ്യം ആരാധിക്കുകയാണ്. ആ മാതൃകയെ അനുകരിച്ചുകൊണ്ട് അന്നേ ദിവസം ദൈവകരുണയുടെ ഛായാചിത്രം വെഞ്ചരിച്ച് വണങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ജീവിതത്തിൽ കാണിച്ച എല്ലാ കരുണയ്ക്കും നന്ദി സൂചകമായി അന്നേ ദിവസം ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്ത് കാഴ്ചവെക്കുന്നവർക്ക് ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും, അവയുടെ ശിക്ഷകളിൽ നിന്നും, അവയുടെ നിത്യവും കാലികവുമായ എല്ലാ ശിക്ഷകളിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കും എന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്. അന്നേ ദിവസം കർത്താവ് നൽകുന്ന ഈ സവിശേഷമായ കൃപ, അതിനെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനായുടെ നാമകരണത്തിന് വേണ്ടി അവരുടെ ഡയറി കുറിപ്പുകളും ജീവിതവും പരിശോധിച്ച റവറൻ ഡോക്ടർ ഇഗ്നാസി റോസിക്കി എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ അന്നേ ദിവസത്തെ സവിശേഷമായ ഈ കൃപയ്ക്ക് പറയുന്ന പേര്, അത് ഒരു വിശ്വാസിയുടെ 2ാം മാമോദീസയാണ് എന്നാണ് പറയുക. അതായത് നാം മാമോദീസ സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിൽ ലഭിക്കുന്ന അതേ പൂർണ്ണമായ വിശുദ്ധിയും എല്ലാ ശിക്ഷകളിൽ നിന്നുള്ള സമ്പൂർണമായ മോചനവും ഒരിക്കൽ കൂടെ ഒരു വിശ്വാസിക്ക് ദൈവം തിരിച്ചു നൽകിക്കൊണ്ട് ഒരു നിർമ്മലമായ വസ്ത്രം പോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ദൈവം പുതുക്കി തീർക്കുന്ന പുണ്യദിനമാണ് ദൈവകരുണയുടെ തിരുനാളാഘോഷം. എന്നാൽ അനേകർക്ക് ഈ ഒരു ഗിഫ്റ്റ്, ഈശോ നൽകുന്ന ഈസ്റ്റർ ഗിഫ്റ്റിനെ കുറിച്ച് അറിവില്ല. അതുകൊണ്ട് അനേകർ ഈസ്റ്റർ ആഘോഷിക്കും, പക്ഷേ ഈസ്റ്ററിന് ഈശോ നൽകുന്ന ഈ ഗിഫ്റ്റ് വാങ്ങാതെയാണ് പലരും പോകുന്നത്. എന്നാൽ ഈ വർഷം കർത്താവ് നൽകുന്ന ഈ ഈസ്റ്റർ സമ്മാനം വാങ്ങാതെ പോകരുത്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.